എന്താണ് മക്കളെ, എക്സാമൊക്കെ ആവാനായില്ലേ? ഇനിയിപ്പോൾ എന്താ പരിപാടി പഠിച്ചു തുടങ്ങണം. അങ്ങനെ പഠന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തുടങ്ങാൻ പറ്റുമോ? ഇല്ല, അതിന് നല്ല കൃത്യവും വ്യക്തവുമായ പ്ലാനിങ് വേണം. അതിന് മിനിമം ഒരു സ്റ്റഡി പ്ലാനറെങ്കിലും വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയിപ്പോൾ ആ സാധനം എവിടെ നിന്ന് കിട്ടുമെന്ന് ആലോചിച്ച് തല വെക്കേണ്ട. അതിനല്ലേ താത്തോടെ ഉള്ളത്, നമുക്ക് ഉണ്ടാക്കാമല്ലോ. ഒരു A4 ഷീറ്റ് എടുക്കുക, മടക്കി കൊടുക്കുക, വെട്ടി കൊടുക്കുക, സൈഡ് നല്ല ലാവിഷായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ക്ലിപ്പൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ആരും മലമുണ്ടാക്കി വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകണ്ട. എന്തെങ്കിലും വെയിറ്റുള്ളത് എടുത്തിട്ട് ഇതിൻ്റെ നെഞ്ഞത്ത് കയറ്റി കൊടുത്താൽ മതി. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നല്ല വൃത്തിക്കുണങ്ങി കിട്ടും. ഇനി നമ്മുടെ ബുക്കിനൊരു ഡ്രസ്സൊക്കെ വേണ്ടേടാ, വേണം. അതിനി ഒരു കാർഡ് തപ്പിയിട്ട് ആരും നടന്ന സമയം കളയേണ്ട. ഏതൊരു വീട്ടിലുണ്ടായിരിക്കും ഒരു വെഡിങ് ഇൻവിറ്റേഷൻ കാർഡ്. അതിനിതാ ഇങ്ങനെ ഒന്ന് രണ്ടായി കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ പണ്ടൊക്കെ ബുക്ക് ഉണ്ടാക്കുമ്പോൾ സെൻറ്ററിലൊരു കാർഡ് സ്ലീറ്റും കൂടെ വെച്ച് കൊടുത്തിരുന്നു. അതൊരു വലിയ പൊട്ടത്തരാണെന്ന് പിന്നാണ് മനസ്സിലായത്. ഇനി നിങ്ങളാരും അങ്ങനത്തെ പൊട്ടത്തരമൊന്നും ചെയ്ത് ടൈം കളയണ്ട. ഇനി നമുക്ക് കുറച്ച് ബ്യൂട്ടീഷ്യൻ ആയാലോ? അപ്പോൾ കുറച്ച് ബ്യൂട്ടീഷ്യൻ ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് ഹോം മെയ്ഡാണേ. വീഡിയോ വരുന്നുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അങ്ങനെ നമ്മളെ സ്റ്റഡി പ്ലാൻ സെറ്റായിട്ടുണ്ട്. ഉള്ളിൽ ഞാൻ എൻ്റെ സ്റ്റഡി പ്ലാനും കൂടെ സെറ്റായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു സബ്സ്ക്രൈബും ലൈക്കും ഷെയറും തരുമല്ലോ അല്ലേ? അപ്പോൾ ശരി, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.